നെക്കിനിടാൻ പറ്റിയ പേളിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി മാലയാണിത്. ഈ സ്ട്രിങ്ങിൽ നമുക്ക് എന്തോരം നീളമാണോ വേണ്ടത് ആ നീളത്തിൽ പേളിൻ്റെ സ്ട്രിങ് എടുക്കുക. എന്നിട്ട് അതിൽ ഇത് കണക്ട് ചെയ്യുക. 3 ലെയർ വേണമെങ്കിൽ 3 ലെയർ സ്ട്രിങ് കണക്ട് ചെയ്യണം. 2 വേണമെങ്കിൽ 2 എടുക്കാം. ഈ ലോക്കറ്റ് സൈഡിലും ഇങ്ങനെ കണക്ട് ചെയ്യുക. ഒരു കണക്ടർ വെച്ചിട്ട് ലോക്കറ്റ് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ലോക്കറ്റ് വേണമെങ്കിൽ സെയിം ഇടാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒരെണ്ണം ഇടാം. ഡിഫറെൻ്റ് ഇട്ടാൽ കൂടുതൽ ഭംഗിയായിരിക്കും. അതിൻ്റെ കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു കുഞ്ഞ് ഈ കണക്ടർ വെച്ചിട്ട് ഇതും നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ മിഡിലിൽ ഈ ലോക്കറ്റ് ഇട്ടു. എന്നിട്ട് കണക്ടർ 2 സൈഡിലും കൊടുത്തു. ഇത് 2 ലെയറുള്ള പേൾമാലയാണ്. എന്നിട്ട് ഈ 3 കണക്ടർ വെച്ചിട്ട് ഈ 3 ലോക്കറ്റും അതിൽ കണക്ട് ചെയ്തു. അതിൻ്റെ എൻഡിൽ ഗോൾഡൻ്റെ ഒരു സ്ട്രിങ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇത് ജസ്റ്റ് കഴുത്തിൽ കൂടെ നമുക്ക് ഇടാവുന്ന മാലയാണ്. ഇത് ഊരിയില്ലെങ്കിൽ നമുക്ക് കഴുത്തിൽ കൂടെ ഇടാം. ഇച്ചിരി കൂടെ നീളം വേണമെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റിൽ ഇതിൻ്റെ കൊളുത്ത് മാറ്റി ഇട്ടാൽ മതി. ലോക്കറ്റ് ഒരു കണക്ടർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. ഇതിൻ്റെ ബാക്കിൽ ഈ കണക്ടർ, കമ്മലിൻ്റെ ഈ കണക്ടർ, ഈ ഗ്ലൂ ഇതിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഈ ലോക്കറ്റിൻ്റെ ബാക്കിൽ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യാം. അതിലേക്ക് ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇയറിങ് റെഡിയാവും. സ്റ്റിക്ക് ആകുന്നോടം വരെ ഇത് ഇങ്ങനെ വെക്കണം. രണ്ട് രീതിയിലും ചെയ്യാം. വേണമെങ്കിൽ ഈ കമ്മലിൻ്റെ അറ്റാച്ച്മെൻറ്റിൽ ഗ്ലൂ ഇടാം, അല്ലെങ്കിൽ ലോക്കറ്റിൻ്റെ പുറകിൽ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല.